സ്വർഗീയ ഭവനത്തിൽ കേരള സഭയ്ക്കു വേണ്ടി മധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കുന്ന 5 ജീസസ് യൂത്ത് യുവതി യുവാക്കളെക്കുറിച്ച്. മാർച്ച് 11 കേരള സഭയെയും ജീസസ് യൂത്ത് കൂട്ടായ്മയും സംബന്ധിച്ച് മറക്കാൻ കഴിയാത്ത ദിനമാണ്. 2001 മാർച്ച് 11 കോട്ടക്കലിന് സമീപം പൂക്കിപ്പറമ്പിൽ വെച്ചു നടന്ന ബസ് അപകടത്തിൽ കത്തിയമർന്ന് ദൈവസന്നിധിയിലേക്ക് യാത്രയായത് സുവിശേഷ തീക്ഷ്ണത നിറഞ്ഞു നിന്ന 5 ജീസസ് യൂത്ത് യുവതി യുവാക്കളാണ്. കേരള സഭയ്ക്ക് വേണ്ടി മാധ്യസ്ഥം വഹിച്ചു പ്രാർത്ഥിക്കാൻ ദൈവം മുമ്പേ വിളിച്ച വിശുദ്ധാത്മാക്കൾ ആണ് അവർ എന്നാണ് അന്ന് പല വിശിഷ്ട വ്യക്തികളും അവരെക്കുറിച്ച് പറഞ്ഞത്. ആദ്യം നമുക്കവരെ പരിചയപ്പെടാം. കോഴിക്കോട് ജില്ലയിലെ കൂരാച്ചൂണ്ടിൽ നിന്നുള്ള ചുവപ്പുങ്കൽ റോയ്, ചെമ്പനോടയിൽ നിന്നുള്ള പാലറ റീന, കാവിൽപ്പുരയിടത്തിൽ രജനി, കറുത്തപ്പാറയിൽ ഷിജി, വാഴിക്കടവത്ത് ബിന്ദു എന്നിവരാണ് അവർ. അവർ എല്ലാവരും ഇടുക്കിയിലെ രാജപുരം ഇടവകയിൽ നടന്ന 10 ദിവസത്തെ ജീസസ് യൂത്ത് പാരിഷ് മിനിസ്ട്രിക്കും മിഷൻ വോളണ്ടിയേഴ്സ് പ്രോഗ്രാമിനും ശേഷം വീട്ടിലേക്ക് മടങ്ങി വരുമ്പോഴായിരുന്നു അന്ന് ബസ് അപകടം സംഭവിച്ചത്. അവർ സഞ്ചരിച്ചിരുന്ന ബസിന്റെ ഡീസൽ ടാങ്കിന് തീപിടിച്ച് ബസ് ഒരു അഗ്നിഗോളമായി മാറുകയായിരുന്നു. വലിയ ശബ്ദവും പുകപടലങ്ങളുമാണ് പിന്നീട് യാത്രക്കാർ കണ്ടത്. എന്താണ് സംഭവിച്ചതെന്ന് പെട്ടെന്ന് ആർക്കും മനസ്സിലായില്ല. ബസ് അപകടത്തിലായി എന്നു മാത്രം യാത്രക്കാർക്ക് മനസ്സിലായി. അതോടെ രക്ഷപ്പെടാനുള്ള തിടുക്കമായി എല്ലാവർക്കും. ഡോറൊന്നും കാണാൻ കഴിയാതെ വന്നതോടെ ജനലിലൂടെ യാത്രക്കാർ പുറത്തേക്ക് ചാടാൻ തുടങ്ങി. അതിനിടയിൽ താൻ രക്ഷപ്പെട്ടുവെന്ന് ആശ്വസിക്കുമ്പോഴാണ് തൻ്റെ കൂടെയുള്ള എല്ലാവരും ബസ്സിൽ കുടുങ്ങിയിരിക്കുകയാണെന്ന് ജീസസ് യൂത്ത് സംഘത്തിലെ ഒരംഗമായ റോയിക്ക് മനസ്സിലായത്. അപ്പോൾ പിന്നെ അവരെ കൂടി രക്ഷിക്കാനുള്ള ശ്രമത്തിലായി റോയ്. വീണ്ടും ബസ്സിനുള്ളിലേക്ക് തിരിച്ചു കയറിയ റോയിയെ കണ്ടുനിന്ന പലരും അന്നു വിലക്കി. എന്നാൽ കൂടെയുള്ളവരെ കൂടി രക്ഷിക്കുക തൻ്റെ ദൗത്യമാണെന്ന് റോയ് കരുതി. അവരെ കൂടി രക്ഷിക്കാനുള്ള തീവ്ര ശ്രമത്തിനിടയിലാണ് റോയിയും ദൈവസന്നിധിയിലേക്ക് യാത്രയായത്. തന്നെയും കൂട്ടുകാരെയും രക്ഷിക്കാനുള്ള ശ്രമത്തിനിടയിലാണ് റോയി അഗ്നികുണ്ഡത്തിൽ പെട്ടതെന്ന് ഗുരുതരമായി തീപ്പൊള്ളലേറ്റ് ആശുപത്രിയിൽ പ്രവേശിക്കപ്പെട്ട ബിന്ദു അന്ന് വെളിപ്പെടുത്തിയിരുന്നു. അപകടത്തിന് ശേഷം 2 ദിവസം കഴിഞ്ഞപ്പോൾ ബിന്ദുവും ദൈവസന്നിധിയിലേക്ക് വിളിക്കപ്പെട്ടു. സ്നേഹിതനു വേണ്ടി ജീവൻ ബലി കഴിക്കുന്നതിനേക്കാൾ വലിയൊരു സ്നേഹമില്ലെന്ന് യേശു പറഞ്ഞത് അങ്ങനെ റോയിയും കൂട്ടുകാരും സ്വന്തം ജീവിതത്തിൽ അന്വർത്ഥമാക്കി കാണിച്ചാണ് അനേകർക്ക് മാതൃകയായി മാറിയത്. അന്ന് അവരുടെ മൃതസംസ്കാര ശുശ്രൂഷയിൽ പങ്കെടുത്തപ്പോൾ അന്നത്തെ താമരശ്ശേരി രൂപത അധ്യക്ഷനായിരുന്ന മാർ പോൾ ചിറ്റിലപ്പള്ളി പിതാവ് പറഞ്ഞത് ഇങ്ങനെയാണ്: നമുക്ക് 5 വേദസാക്ഷികളെ ലഭിച്ചിരിക്കുന്നു. അവർ നമുക്ക് വേണ്ടി ദൈവസന്നിധിയിൽ മധ്യസ്ഥം പ്രാർത്ഥിക്കുന്നുണ്ടെന്ന് തിരിച്ചറിയുക. ഈ 5 പേരുടെയും കാര്യത്തിൽ ഈ വാക്കുകൾ സത്യം തന്നെയാകണം. കാരണം കരിസ്മാറ്റിക് ധ്യാനം കൂടി യേശുവിനെ അടുത്തനുഭവിച്ച് ജീസസ് യൂത്ത് പ്രവർത്തനങ്ങളിലൂടെ തങ്ങൾക്ക് ലഭിച്ച ദൈവാനുഭവം അനേകർക്ക് പകർന്നു കൊടുക്കാൻ ഇവർ മരണം വരെ പ്രയത്നിച്ചിരുന്നു. 21 വർഷം കടന്നുപോയതിനാൽ കേരള സഭയിലെ ഭൂരിപക്ഷം പേരും അവരെ മറന്നു കാണും. പക്ഷേ യുവത്വത്തിൽ തന്നെ ക്രിസ്തു സന്നിധിയിലേക്ക് വിളിക്കപ്പെട്ട അവർ ഇന്നും നമുക്ക് ഓരോരുത്തർക്കും വേണ്ടിയും കേരള സഭയ്ക്ക് വേണ്ടിയും ദൈവസന്നിധിയിൽ മധ്യസ്ഥം വഹിക്കുന്നുണ്ട് എന്നത് തീർച്ചയാണ്.